ഹായ് ഹലോ സുഖമല്ലേ? അപ്പം ഞാനിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ പാൽക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മീഡിയം സൈസിലായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവോള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ മതി, ഒരു 3 വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും എടുക്കുക. ഒരു ക്യാരറ്റ് ചെറുതായിട്ട്, ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്താൽ മതി. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അരിഞ്ഞിട്ടിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിനകത്ത് വെള്ളം ചേർക്കുമ്പോൾ മുങ്ങിക്കിടക്കാനുള്ള ഒരു വെള്ളം അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണ്ട. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാകുമ്പോൾ 2 വിസിൽ ഇത്രയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആ വിസിൽ നമ്മൾ 2 വിസിൽ അടിച്ചതിന് ശേഷം വിസിൽ കളയേണ്ട ആവശ്യമില്ല. വിസിൽ അതിൽ വെച്ചിട്ട് അതിൽ നിന്ന് വേകണം. അപ്പോൾ വീഡിയോ കാണുന്നവർ ആ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ 2 വിസിലാവട്ടെ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പൂരിയുടെ കൂടെയാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് പൂരി, ചപ്പാത്തി, ഇടിയപ്പം, ദോശ ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെടുത്തിട്ട് പാലെടുത്ത് വെക്കണം. പാലെടുത്ത് വെക്കുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കുക. 2 വിസിലിന് ശേഷം എല്ലാം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതിനകത്തുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം. വറ്റി ഈ ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട് ഒന്ന് യോജിച്ച് കിട്ടണം. അതാണ്. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് യോജിച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി 2-ാം പാലിൽ കിടന്നിട്ട് മൊത്തം 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് കുറുകി ഒന്ന് സെറ്റ് ആവണം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങും കഷ്ണങ്ങളും എല്ലാം ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരും. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി നമ്മൾ എല്ലാം ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ 1-ാം പാലാണ്. തിളച്ച് എല്ലാം സെറ്റായി വരുന്ന സമയത്ത് വേണം 1-ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. 1-ാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ സിമ്മിലാക്കി വെക്കണേ. സിമ്മിലാക്കി വെച്ചിട്ട് വേണം 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഒരു 2-3 തിള അത്ര ആവശ്യമുള്ളൂ. അപ്പോഴത്തേനും തന്നെ നമ്മുടെ കറി റെഡിയായി കിട്ടും. പൊട്ടറ്റോ പാൽക്കറി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഇനി 2-3 പ്രാവശ്യം കൂടി ഒരു തിള വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ചിലപ്പോൾ ലൂസായിട്ട് തോന്നും. പക്ഷേ ഇത് ഒരു 5 മിനിറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല കുറുകി നല്ല സെറ്റായിട്ട് കറി വരുവേ. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേനും നമുക്കിത് ഓഫാക്കി എടുക്കാവുന്നതാണ്. കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് താളിക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് കടുകും കൂടെ താളിച്ച് ചേർക്കണം. ഒരു അര ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 3-4 ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ചെറിയുള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ടേസ്റ്റിയാണ്, യാതൊരു സംശയവുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് ഉള്ളി മൂപ്പിച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്.